ചെയ്യുന്നവരല്ല, എനിക്കൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവ അനുസ്മരണം ആചരിച്ചുകൊണ്ട് ഇന്ന് യേശുനാഥൻ ജെറുസലേമിലോട്ട് നടത്തിയ പ്രദക്ഷിണ, ഓശാന പ്രദക്ഷിണ നമ്മളൊന്ന് അനുസ്മരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം മുതൽ ഉയർപ്പ് ഞായർ വരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളിൽ കൂടി നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു ആഴ്ചയിൽ കൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ വാരം എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു വിശുദ്ധ വാരം ഇല്ലാതിരുന്നെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു, ഈ വിശ്വാസം തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ വിശുദ്ധ വാരത്തെ അത്രത്തോളം വിശുദ്ധിയോടും അത്രത്തോളം ഭക്തിയോടും നല്ല നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും മനഃപൂർവ്വം അനുസ്മരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് മുതൽ ഉയർപ്പ് വരെ. അതിനുശേഷം എന്തും ചെയ്യാമെന്നുള്ളതല്ല, അല്പം കൂടെ നമ്മൾ ഇന്ന് സാധാരണ വിശ്വാസത്തെക്കാളും കുറച്ചും കൂടി വലുതായിട്ട് അനുസ്മരിച്ച് ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ആഴ്ചയാണ് ഈ വിശുദ്ധ വാരം എന്ന് പറയുന്നത്. നമുക്ക് യേശുനാഥൻ ജെറുസലേമിലോട്ട് യാത്ര നടത്തിയതാണ് നാം ഇന്ന് അനുസ്മരിച്ചുകൊണ്ട് കടന്നു വന്നത്. യേശുനാഥൻ എന്തിനാണ് ജെറുസലേമിലോട്ട് പോയതെന്ന് അറിയാമോ? എന്തിനാണ് ജെറുസലേമിലോട്ട് പോയത്? കുരിശുമരണം സ്വീകരിക്കാൻ തന്നെയാണ്. കുരിശുമരണം സ്വീകരിക്കാനാണ് അവൻ ജെറുസലേമിലോട്ട് കടന്നു വരുന്നത്. അവൻ അറിയാം, ഇവിടെ വന്നാൽ മരണപ്പെടും, ഈ മരണം സ്വീകരിക്കേണ്ടതാണ്, മനുഷ്യ മക്കൾക്ക് പാപപരിഹാരത്തിനായിട്ട് ഞാൻ മരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ തന്നെയാണ് യേശുനാഥൻ വരുന്നത്. നമ്മൾ യേശുനാഥൻ ജെറുസലേമിലോട്ട് കഴുതപ്പുറത്ത് കയറി വന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കരുത്. അതായത് യേശുനാഥൻ വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇന്ന് ജെറുസലേമിൽ പോകാം, ഇന്ന് അവിടെ പോയതിനു ശേഷം ഞാൻ മരിക്കേണ്ടതല്ലേ എന്നുള്ളതല്ല. കാലങ്ങളായിട്ട് യേശുനാഥന്റെ ഒരു യാത്രയായിരുന്നു ഈ ജെറുസലേമിലോട്ട്. ഗലീലയിൽ നിന്ന് ജെറീക്കോ വഴി പിന്നെ ലാസറിനെ ഉയർപ്പിച്ച് ഇങ്ങനെ നടന്ന് വരുന്ന ഒരു രീതിയായിരുന്നു. നമ്മൾ ഈ ജെറുസലേം ദേവാലയം, അതായത് എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഈ ന്യൂഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. പെൻഷൻ ആകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിലോട്ടൊന്നുമില്ല, ഇവിടെ തന്നെ സെറ്റിലാകാൻ പോകുന്നു. പക്ഷേ പെൻഷൻ ആയി കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി നാട്ടിലോട്ട് പോകണം. ഇദ്ദേഹം നാട്ടിലോട്ട് വരുന്ന വഴി ഇദ്ദേഹം ചെയ്തൊരു രീതി, ഡൽഹിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ ഒരു കത്തീഡ്രൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അതിനുശേഷം നേരെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്ന് തോമസ് ലീഗെ അടക്കം ചെയ്ത ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച്, കുടുംബമായിട്ടാണ് പ്രാർത്ഥിച്ച്, അവിടെയുള്ള ചുറ്റുപാടുള്ള ചില പള്ളികളൊക്കെ സന്ദർശിച്ച് നേരെ വേളാങ്കണ്ണിയിൽ പോയി. വേളാങ്കണ്ണി നേരെ മലയാറ്റൂർ വന്നു. മലയാറ്റൂരിൽ നേരെ കൊച്ചിയിലുള്ള നമ്മുടെ ബസിലിക്കയിൽ വന്നു. അതിനുശേഷം എടത്വ അൽഫോൺസാമ്മയുടെ സ്ഥലം, അവസാനം വെട്ടുകാട് വന്ന് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ച് 1.5 മാസത്തോളം എടുത്ത് അദ്ദേഹം തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് താമസിച്ച് ഒരു 6 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചു. അതായത് ഒരു യാത്ര എങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത് എന്നതൊക്കെയാണ് ഞാൻ പറയുന്നത്. യേശുനാഥൻ ഇതുപോലെയാണ് പല അത്ഭുതങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച് വചനം പ്രഘോഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ ദീർഘകാലമായിട്ട് യാത്ര ചെയ്ത് ഇനി ജെറുസലേമിൽ എത്താറായി. ഇനി എൻ്റെ അവസാന ഘട്ടമാണ്. ഇത് മനസ്സിലാക്കിയാണ് യേശുനാഥൻ ഈ ജെറുസലേമിലോട്ട് വരുന്നത്. ജെറുസലേം പട്ടണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഈ സമുദ്രനിരപ്പിൽ ഒരു 2500 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരു പട്ടണമാണ്. ഗലീലിയൊക്കെ ഒരു 600 അടി താഴ്ത്തലാണ് ഈ ഗലീലിയ പട്ടണമൊക്കെ നിൽക്കുന്നത്. അപ്പൊ യേശുനാഥൻ ഇങ്ങനെ ഈ കടന്നു വരുമ്പോൾ, നമ്മൾ വെള്ളത്തെ കുരിശുമല പലരും പോയിട്ടുണ്ടാകും, നമ്മൾ കയറുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസം കാണും നമുക്ക്. പക്ഷേ ഇതേപോലെ യേശുനാഥനും ഈ ജെറുസലേം പ്രവേശനത്തിലോട്ട് കടക്കുമ്പോൾ ചെറിയൊരു കയറ്റമുണ്ട്. മനസ്സിന് ചെറിയൊരു ക്ഷീണവും പ്രയാസവും ഒക്കെ യേശുവിനുണ്ട്. ഒപ്പം തന്നെ ശരീരം കൊണ്ടും ഈ കയറ്റം കയറുമ്പോൾ ഇത് യേശുനാഥൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജെറുസലേം പട്ടണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ യേശുനാഥൻ ഇവിടെ കയറുമ്പോൾ യേശുനാഥൻ വഴിയിൽ വെച്ച് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഗ്രാമത്തിൽ പോയി അവിടെ കാണുന്ന വ്യക്തിയോട് പറയുക, അവിടെ കാണുന്ന വ്യക്തിയോട് പറഞ്ഞ് ഒരു കഴുതയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് യേശുനാഥൻ പറയുന്നുണ്ട്. നമുക്ക് വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കഴുതയ്ക്ക് പോലും ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്ന ഒരു യേശുനാഥൻ, ഒരു കഴുതയ്ക്ക് പോലും ദൈവിക പദ്ധതിക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു കർത്താവിനെ നമുക്കിന്ന് കാണാൻ സാധിക്കും.
എന്തിനീ ഭൂമിയിൽ ഞാൻ ജനിച്ചു എന്ന് ചിന്തിക്കുന്ന നമ്മിൽ പലരും കാണും. എന്നെ കൊണ്ട് എന്ത് ഉപയോഗമാണ് കർത്താവേ, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചിന്തിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ച വ്യക്തികളായിരിക്കും നമ്മിൽ പലരും. പ്രിയമുള്ളവരെ, ഈ ഓശാന ഞായർ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഓർമ്മിക്കുക, കഴുതയ്ക്ക് വരെ സ്ഥാനം കൊടുത്ത കർത്താവിന് എനിക്ക് അവൻ പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. അവന്റെ പദ്ധതിക്കായിട്ട് എന്നെ അവൻ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നിന്റെ പദ്ധതിക്ക് അനുസരിച്ച് എന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ ഒരുക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ വിളി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ്. യേശുവിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി യേശു തന്നെ തിരഞ്ഞെടുത്ത് അയച്ച ഓരോ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ പദ്ധതിക്കായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ശേഷം യേശുനാഥൻ കഴുതപ്പുറത്ത് കയറി വരുന്നു. കഴുതപ്പുറത്ത് ജെറുസലേം പ്രവേശനം നടത്തുന്നു. കാണുന്ന ജനങ്ങളെല്ലാം അവനെ ആർപ്പ് വിളിക്കുന്നു, ഒലിവിൻ ചില്ലകൾ വീശുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ മേലങ്കി വിരിച്ചു കൊടുക്കുന്നു. അതിൽ കൂടെ യേശുനാഥൻ കടന്നു വരുന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ പ്രദക്ഷിണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരായിരിക്കും? ആരായിരിക്കാം? ആദ്യം മേലങ്കി വിരിച്ച വ്യക്തിയായിരിക്കുമോ? അല്ലെങ്കിൽ ഒലിവിച്ചിന്റെ വിറ്റ് നടന്ന ഒരു പയ്യനായിരിക്കുമോ? ആരായിരിക്കാം? പറഞ്ഞോളൂ. ചിലതൊക്കെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഈ പ്രദക്ഷിണം കൊണ്ട് സന്തോഷിച്ച ഒരു വ്യക്തി ആ കഴുതയാണ്. കഴുതയ്ക്ക് എന്തുമാത്രം സന്തോഷമായിക്കണമെന്ന് അറിയാമോ? അവൻ ഇന്ന് വരെ ഒരു പരവതാനിപ്പടി നടന്നിട്ടില്ല. ഇന്ന് വരെ ആൾക്കാർ അവനെ നോക്കി ഒലിവിച്ചിന്റെ വീശിയിട്ടില്ല. ഇന്ന് വരെ അവൻ നടന്നു പോകുമ്പോൾ ജനങ്ങൾ മാറിക്കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് അതെല്ലാം സംഭവിക്കുന്നു. ഈ പ്രദക്ഷിണത്തിന്റെ ഇടയ്ക്ക് അവനെ നടന്നിട്ടുണ്ടാകാം. യേശുനാഥൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ കഴുതയ്ക്ക് ഇരട്ടി വെള്ളം കിട്ടിക്കാണാം. ഈ കഴുതയെ സഹായിക്കാൻ ആൾക്കാർ ഒത്തിരി ഓടി വന്നിട്ടുണ്ടാകാം. അപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു വ്യക്തി ഈ ഒരു കഴുതയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ കഴുതയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയത്? നമ്മൾ പിന്നീട് ഈ ഓശാനയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, അടുത്ത ദിവസം ഈ കഴുത വീണ്ടും പോയപ്പോൾ ജനങ്ങൾ ആട്ടി ഓടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, കഴിഞ്ഞ ദിവസം അത്രയും പരിഗണനയും സന്തോഷവും അവന് ലഭിച്ചത് അവന്റെ ചുമലിൽ ആരുണ്ടായിരുന്നു? യേശുനാഥനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുനാഥനെ ചുമലിൽ കൊണ്ട് നടക്കുവാനും ഉള്ളിൽ കൊണ്ട് നടക്കുവാനും നമുക്ക് സാധിക്കണം. യേശുനാഥൻ കൂടെ ഉള്ളപ്പോഴാണ് എത്ര വേദനയിലും എത്ര പ്രതിസന്ധികളിലും നമ്മിൽ ആ ഒരു സന്തോഷം നിലനിൽക്കുക, നമ്മിലൊരു ഹാപ്പിനെസ് നിലനിൽക്കുക. നമ്മൾ എന്ത് പ്രയാസങ്ങൾ വന്നിരുന്നാലും അത് നേരിടാനുള്ള വലിയൊരു കഴിവ് കിട്ടുന്നത് യേശുനാഥൻ കൂടെ ഉള്ളപ്പോഴാണ്. യേശുവില്ലാത്ത ജീവിതം നമ്മളെ എങ്ങനെയെങ്കിലും മരിച്ചാൽ എന്ന് ചിന്തിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഓശാന ഞായർ നാം ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം, യേശുവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാക്കാൻ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിൽ പോലും പ്രഭാതമായാൽ തന്നെ ഒന്ന് കർത്താവിന്റെ രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ഒരു ശൈലി വെക്കുക. ഏത് മേഖലയിലും ഒരു ബസ്സിൽ കയറുമ്പോൾ തന്നെ, ഒരു യാത്രയ്ക്ക് മുമ്പേ തന്നെ എപ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വലിയ ചിന്ത എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവേ നീ ഉണ്ടല്ലോ എന്നുള്ള വലിയൊരു ചിന്തകൾ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ യേശു വന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ എത്ര വേദന വന്നിരുന്നാലും, എത്ര സഹിക്കേണ്ട പ്രശ്നങ്ങൾ വന്നിരുന്നാലും, എത്ര ഒറ്റപ്പെടലുകൾ വന്നിരുന്നാലും നമുക്ക് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകാൻ സാധിക്കും. കാരണം ഞാൻ അവനെ ചുമന്നുകൊണ്ട് പോവുകയാണ്, അവൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. ഈ ഓശാന ഞായറിൽ യേശുവിനെ വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം. മൂന്നാമത്തെ മറ്റൊരു കാര്യം, യേശുനാഥൻ കടന്നു വരുമ്പോൾ, കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ വരുമ്പോൾ തൻ്റെ ശൈലി എന്താണെന്ന് യേശുനാഥനോട് അറിയിക്കുകയാണ്. തന്റെ രാജ്യത്വം എങ്ങനെയാണെന്ന് യേശുനാഥൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. യേശുവിനെ സ്വീകരിച്ചവർക്ക് പക്ഷേ ഈ ഒരു ശൈലി ഇല്ലായിരുന്നു. അവര് കരുതുന്നത് തങ്ങളെ റോമാക്കാരിൽ നിന്ന് രക്ഷിക്കാൻ ഒരു നായകൻ വരുന്നു, വിപ്ലവത്തിലൂടെ അധികാരം നേടിക്കാൻ ശ്രമിച്ച ഗലീലിയക്കാരെ തകർക്കാൻ വേണ്ടി നമുക്ക് രക്ഷകൻ വരുന്നു എന്നൊക്കെ യേശുനാഥനെ കുറിച്ച് ഇവർ ചിന്തിക്കുമ്പോൾ യേശുനാഥൻ പക്ഷേ തിരിച്ച് എന്റെ ശൈലി ഇതല്ല, കഴുതപ്പുറത്ത് കയറി വരുന്ന ഒരു രാജാവിനെ പോലെയാണ് ഞാൻ വരാൻ ശ്രമിക്കുന്നത്. എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ്, എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശുനാഥൻ വരുന്നത്. അപ്പൊ യേശുനാഥൻ കാണിച്ച എത്ര വിജയം കിട്ടിയിരുന്നാലും ലാളിത്യവും വിനയവും നഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളായിട്ട് നാം എല്ലാവരും നിൽക്കണം എന്നുള്ളതാണ്.
ആ ലാളിത്യത്തിൽ കൂടെ ജീവിക്കുമ്പോഴാണ് യേശുനാഥൻ പറഞ്ഞു നൽകുന്ന ഒരു ക്രിസ്തീയ മനോഭാവം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ വരെ ഞാൻ എൻ്റെ ആശ്രമത്തിലെ സുപ്പീരിയറായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ സുപ്പീരിയറായിരിക്കുമ്പോഴാണ് ഈ കളിക്കാട് പള്ളിയിൽ ഇതേപോലെ ഉൾപ്പെട്ട കുറച്ചുകൂടെ കണ്ടിട്ടുണ്ടോ മുൻപേക്ക്? അതെ, ഞാൻ തന്നെ ഇങ്ങോട്ട് റിപ്പോർട്ട് ഇരിക്കുകയായിരുന്നു. വിനോച്ചനൊക്കെ വിളിച്ചു പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു സുപ്പീരിയർ ചുമതല വരുന്നത്. വിദേശത്ത് പോയി വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് പെട്ടെന്നൊരു ദിവസമാണ് സുപ്പീരിയർ ആക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെ പോകുമെന്ന്. അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായ ഒരു വൈദികനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് സുപ്പീരിയറാക്കി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അസിസ്റ്റന്റ് സുപ്പീരിയർ ഇരുന്നിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, നിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നെക്കാളും എളിമയുള്ള ഒരുത്തനുണ്ടാകരുത്. എളിമയുള്ള ഒരുത്തനുണ്ടാകരുത്. ഈ കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ വിനോച്ചനൊക്കെ അറിയാം. ഒരു കമ്മ്യൂണിറ്റിയിൽ 3 പേരൊക്കെ മതി, 3 പേര് മതി ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുവാൻ വേണ്ടി. പക്ഷേ അന്നത്തെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 14 പേരുണ്ടായിരുന്നു. 14 പ്രദേശിൻ്റെ സുപ്പീരിയറാണ്. ഞാൻ വന്ന് ഡൈനിങ് ടേബിളിൽ വന്ന് ജഗ് ഒന്ന് തുറന്നു നോക്കിയാൽ ഉടനെ വെള്ളം കൊണ്ടെത്തിക്കും. ഞാൻ വന്ന് പ്രാർത്ഥിച്ചാലേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ സാധാരണ ആശ്രമങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ 2 പേര് പെട്ടെന്നെത്തും. ഇതൊക്കെയാണ് ആശ്രമത്തിലെ സുപ്പീരിയറിന്റെ സൗകര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ഈ വൈദ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നെക്കാളും എളിമയുള്ള ഒരുത്തനുണ്ടാകരുത്. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ അത്ര സുഖകരമൊന്നുമില്ല. ഇത് മനസ്സിലിട്ടിരുന്നു. ഞാൻ ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയും മുമ്പോട്ടുള്ള യാത്രയും അങ്ങനെയായിരുന്നു. ഒരു ദിവസം എൻ്റെ ഒരു ബ്രദറിനെ, അദ്ദേഹത്തിന് രാത്രി ഒരു 2 മണിയായപ്പോൾ ഒരു ബ്രദർ എൻ്റെ വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഇന്ന ആൾക്ക് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാനൊരു 12 മണിക്ക് ഒന്ന് കിടന്നതേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്. എങ്കിലും എഴുന്നേറ്റ് ഓഫീസിൽ പോയി കാറിൻ്റെ കീയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഈ ബ്രദർ ഓടി എന്ന് പറഞ്ഞു, ബ്രദറെ കുഴപ്പമില്ല, അദ്ദേഹം ശബ്ദിച്ചു, മൈഗ്രെയിൻ തലവേദനയാണ്. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ് ശബ്ദിച്ചത് മാറാം. അപ്പോൾ ശബ്ദിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആശ്രമത്തിലെ ഹാളിലെ നടുവിൽ തന്നെ ആൾ ശബ്ദിച്ചിട്ടിരിക്കുന്നു. രാത്രി 2 മണിയാണ്. അപ്പോൾ എന്നെ വിളിച്ച ബ്രദർ ആ ബ്രദറിനെ കൊണ്ട് റൂമിൽ കിടത്താനൊക്കെ പോയി. ഞാനിങ്ങനെ കുറച്ചു നേരം ആ ശബ്ദത്തിൽ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ തന്നെ പോയി ഒരു ചൂലും കുറച്ച് വെള്ളവും ഡസ്റ്റ്ബിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ ശബ്ദത്തിൽ കോരി. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് ശബ്ദത്തിൽ കോരി അവസാനമായപ്പോഴേക്കും ഞാൻ ശബ്ദിച്ചു. ഞാനിക്കൊന്നും ശീലമൊന്നുമില്ല. ചെയ്തിട്ട് അപ്പോഴേക്ക് ഈ റൂമിൽ കൊണ്ട് ആക്കാൻ പോയ ബ്രദർ പറഞ്ഞു, ആ ബ്രദറെ ഞാൻ ചെയ്യാം. ഞാൻ കുഴപ്പമില്ല, ഞാനെല്ലാം ചെയ്തു. അവിടെ തുടച്ചൊക്കെ ഇട്ട് ഞാൻ എല്ലാവരും പോയി കിടന്നു. ഈ ശബ്ദിച്ച വ്യക്തിക്ക് ഇന്നും അറിയില്ല അത് ഞാനാണ് ചെയ്തതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ചില എളിയ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. യേശുനാഥൻ എങ്ങനത്തെ ആളായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുമാത്രം അത്ഭുത പ്രവർത്തനം അവൻ നടത്തിക്കൊണ്ടുപോയെന്ന് അവനറിയാം. ദൈവത്തിന്റെ പുത്രനാണെന്ന് നമുക്കറിയാം. എങ്കിലും അവൻ സ്വീകരിച്ചത് കഴുതപ്പുറമാണ്. അവന്റെ നിലപാട് ഇതാണ്, അവന്റെ ശൈലി ഇതാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മളെ ഒരുപാട് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും. പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെങ്കിലും ഈ വിശുദ്ധ വാരത്തെങ്കിലും നമ്മൾ മനഃപൂർവ്വം ചില നന്മ പ്രവർത്തികളും എളിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ ആഴ്ചയിൽ മാത്രം ഒതുക്കുകയും ചെയ്യരുത്. അതങ്ങ് പതുക്കെ നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക. അങ്ങനെ ദൈവത്തിന്റെ പ്രീതി വെളിവാക്കുന്ന, ദൈവത്തെ പ്രഘോഷിക്കുന്ന, ദൈവത്തിന്റെ പദ്ധതിക്ക് പാത്രമാകുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മളെല്ലാവരും മാറണം. അപ്പോൾ ഈ ഓശാന ഞായറിലെ നമ്മുടെ ഈ വിശുദ്ധവാരം ആരംഭിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ട് പറഞ്ഞ 3 കാര്യമാണ്. അവന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക. അവന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക. നമ്മൾ ഭൂമിയിൽ അയക്കുമ്പോൾ അവനൊരു പദ്ധതി ഉണ്ടായിരുന്നു, അത് നടപ്പിലാക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കഴുതയ്ക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ യേശുവിനെ വഹിച്ചതുപോലെ നമ്മളും യേശുവിനെ വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നമ്മൾ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർക്കും തോന്നും, അവൻ യേശുവിനെ വഹിക്കുന്നത് കൊണ്ടാണ്, അവൾ യേശുവിനെ വഹിക്കുന്നത് കൊണ്ടാണ് അവളിൽ ഈ മാറ്റം, അവളിൽ ഈ സന്തോഷം, അവൾക്ക് ഈ ധൈര്യം. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ യേശുവിനെ വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ ശ്രമിക്കുക. നമ്മുടെ പ്രശംസയ്ക്കും കയ്യടികൾക്കും വേണ്ടിയല്ല, അവന്റെ നിലപാട് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് എളിമയോടെ ലാളിത്യത്തിന് മുഖമായിട്ട് മനഃപൂർവ്വം ചില എളിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു ക്രിസ്തീയ നിലപാട് എന്താണെന്ന് ജീവിച്ചു കാണിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുക. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങ് കഴുതപ്പുറത്ത് കയറി വന്ന് നമ്മെ അനേകം കാര്യങ്ങൾ പഠിപ്പിച്ചുവല്ലോ. യേശുനാഥ, നിന്റെ പദ്ധതിക്കായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ, നിന്നെ വഹിച്ച കഴുതയെ പോലെ എനിക്കും നിന്നെ വഹിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുവാനും, നീ എങ്ങനത്തെ രാജാവാണെന്ന് കഴുതപ്പുറത്ത് കയറി വന്ന് പഠിപ്പിച്ചപ്പോൾ ആ എളിമയിലും വിനയത്തിലും എത്ര ഞാൻ ഉന്നതിയിൽ പോയിരുന്നാലും ആ ലാളിത്യത്തിൽ ജീവിക്കും